PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അടുത്ത ചോദ്യം: പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിന് വേണ്ടി പുതിയ വാഹനം വാങ്ങുന്നവർ മരം കൂടി നടണം എന്ന നിയമം കൊണ്ടുവരുന്നത് കേരള മോട്ടോർ വാഹന വകുപ്പാണ്. പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിന് വേണ്ടി പുതിയ വാഹനം വാങ്ങുന്നവർ എന്തുകൂടെ നടണം? ഒരു മരം കൂടി നടണം എന്ന് നിയമം കൊണ്ടുവരുന്നത് കേരള മോട്ടോർ വാഹന വകുപ്പ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞിലയുടെ ആത്മകഥയാണ് ഒരു ഗോളിയുടെ ആത്മകഥ. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ കുട്ടിത്തേവാങ്ക സാങ്ച്വറി നിലവിൽ വന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. സ്ലെൻഡർ ലോറിസ് സാങ്ച്വറി നിലവിൽ വന്ന സംസ്ഥാനം തമിഴ്നാട്. മലയാളത്തിന്റെ പ്രിയ കവയിത്രി സുകുമാരി ടീച്ചർക്കായി ആദ്യ സ്മാരകമായ സുഗത സൂതി നിലവിൽ വന്നത് നെയ്യാറ്റിൻകരയിലാണ്. 2022 ജൂലൈയിൽ വധിക്കപ്പെട്ട ജപ്പാന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ഷിൻസോ ആബെ. ലോകാരോഗ്യ സംഘടന 2022 ജൂലൈയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച പകർച്ചവ്യാധിയാണ് മങ്കി പോക്സ്. 2026 നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? അമേരിക്ക, കാനഡ, മെക്സിക്കോ. ഇമ്പോർട്ടന്റ് ആണ്, അമേരിക്ക, കാനഡ, മെക്സിക്കോ. 2026 നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാവുന്ന രാജ്യങ്ങളാണ് അമേരിക്ക, കാനഡ, മെക്സിക്കോ. വരയാടുകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ നീലഗിരി താർ പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. സംസ്ഥാന മൃഗമായ വരയാടുകളെ സംരക്ഷിക്കുവാനുള്ള പദ്ധതിയാണ് നീലഗിരി താർ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ്സുകളുടെ യാത്ര നിരീക്ഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ ആപ്പാണ് വിദ്യാവാഹൻ. വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ്സുകളുടെ യാത്ര നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വിദ്യാവാഹൻ. രാജ്യത്തെ ആദ്യ മുസ്ലിം വനിതാ യുദ്ധവിമാന പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സാനിയ മിർസ. ഐക്യരാഷ്ട്രസഭ പൊതുസഭ 2022 ജൂലൈയിൽ മനുഷ്യാവകാശമായി അംഗീകരിച്ചത് എന്ത്? ആരോഗ്യകരമായ പരിസ്ഥിതി. എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും കമ്മ്യൂണിറ്റി ലൈബ്രറികളിലുമുള്ള രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് ജംതാര, ജാർഖണ്ഡിലെ ജംതാര. വന്യജീവിയായ ധ്രുവ ചെന്നായിയെ ആർട്ടിക് വോൾഫിനെ ലോകത്താദ്യമായി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ്? ചൈനയിലാണ്. ധ്രുവ ചെന്നായിയുടെ പേര് മായ എന്നുള്ളതാണ്. മായ എന്നു പേരുള്ള ധ്രുവ ചെന്നായിയാണ്. അതിനെ ചൈനയിലാണ് ലോകത്താദ്യമായിട്ട് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ചത്. ചണ്ഡീഗഡ് വിമാനത്താവളത്തിന് പേര് നൽകിയിരിക്കുന്ന പുതിയ പേരാണ് ഷഹീദ് ഭഗത് സിംഗ് എയർപോർട്ടാണ് ചണ്ഡീഗഡ് വിമാനത്താവളത്തിന്റെ പുതിയ പേര്. എല്ലാ വാർഡുകളിലും ലൈബ്രറികൾ ഉള്ള ഇന്ത്യയിലെ ആദ്യ മണ്ഡലം. എല്ലാ വാർഡുകളിലും ലൈബ്രറികൾ ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ മണ്ഡലമാണ് ധർമ്മടം. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കേരള പോലീസ് പുറത്തിറക്കിയ ആപ്പാണ് നിർഭയം.
പുരുഷ ലോകകപ്പ് മത്സരം, അതായത് ഖത്തർ നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറി. പുരുഷ ലോകകപ്പ് മത്സരം, ഖത്തറിൽ വെച്ച് നടന്ന പുരുഷ ലോകകപ്പ് മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറിയാണ് സ്റ്റെഫാനി ഫ്രാപ്പാട്ട്. ഫ്രാൻസുകാരിയാണ് സ്റ്റെഫാനി ഫ്രാപ്പാട്ട്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സാക്കി ഉയർത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ജയ ജെയ്റ്റ്ലി കമ്മിറ്റി. ജയ ജെയ്റ്റ്ലി കമ്മിറ്റിയാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സാക്കിയിട്ട് ഉയർത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി. ജയ ജയ ഹേ ജസ്റ്റ് സിനിമയൊക്കെ ഓർത്തു കഴിഞ്ഞാൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ചരമശതാബ്ദിയോടനുബന്ധിച്ച് CV രാമൻപിള്ളയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറിയിലാണ്. ബ്രിട്ടനിലെ 57ാമത്തെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ ഋഷി സുനക്. സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. കേരള ജ്യോതി എന്ന് പറയുമ്പോൾ ജ്യോതിയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ MT വെച്ചിട്ട് ജസ്റ്റ് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? അപ്പോൾ MT വാസുദേവൻ നായരാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. തുടർച്ചയായ ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി ആരാ? പിണറായി വിജയൻ. പ്രളയ സാധ്യതാ ഭൂപടം രാജ്യത്ത് ആദ്യമായി തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം. പ്രളയ സാധ്യതാ ഭൂപടം ആദ്യമായിട്ട് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. ബ്രിട്ടനെ പിന്തള്ളി ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അമേരിക്ക 1ാം സ്ഥാനം, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം ജപ്പാൻ, 4ാം സ്ഥാനം ജർമ്മനി, 5ാം സ്ഥാനത്ത് ഇപ്പോൾ ഇന്ത്യയാണ് നിൽക്കുന്നത്. കാനഡയിലെ മർഖ നഗരത്തിലെ തെരുവിന് ഏത് ഇന്ത്യൻ സംഗീതജ്ഞന്റെ പേര് നൽകിയാണ് ആദരിച്ചത്? AR റഹ്മാൻ. AR റഹ്മാന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമായ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ പൂർണിമ ദേവി ബർമൻ. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ പ്രശ്നങ്ങളെ ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെ നേരിടാൻ ഇന്ത്യ ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ ലൈഫ് പദ്ധതി. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ IFFIയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മഹാശ്വേതാദേവിയുടെ ജീവിതകഥ പറയുന്ന സിനിമയാണ് മഹാനന്ദ. ബംഗാളി മൂവിയാണ് മഹാനന്ദ. 2022 ഒക്ടോബറിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം. സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം. 2022 ഒക്ടോബറിൽ അന്തരിച്ച വയറിളക്കം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ബാധിച്ചവരിലെ നിർജ്ജലീകരണം തടയാൻ ഓറൽ ഹൈഡ്രേഷൻ സൊല്യൂഷൻ കണ്ടുപിടിച്ച ഇന്ത്യക്കാരനായ ശിശുരോഗ വിദഗ്ധനാണ് ഡോക്ടർ ദിലീപ് മഹലനോബിസ്. ORSന്റെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, ഡോക്ടർ ദിലീപ് മഹലനോബിസ്. അടുത്ത ചോദ്യം, നമീബയിൽ നിന്നും മധ്യപ്രദേശിലെ ഏത് ദേശീയ ഉദ്യാനത്തിലേക്കാണ് ചീറ്റപ്പുലികളെ എത്തിച്ചത്? കുനോ ദേശീയ ഉദ്യാനം. നമീബയിൽ നിന്നും മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലേക്കാണ് ചീറ്റപ്പുലികളെ എത്തിച്ചത്. ബ്രിട്ടന്റെയും 14ാമത് കോമൺവെൽത്ത് രാഷ്ട്രങ്ങളുടെയും രാജ്ഞിയായിരുന്ന എലിസബത്ത് രാജ്ഞി അന്തരിച്ചത് 2022 സെപ്റ്റംബർ 8-നാണ്. എലിസബത്ത് രാജ്ഞിയുടെ മരണത്തോടെ ബ്രിട്ടന്റെ രാജാവായി ചുമതലയേറ്റത് ചാൾസ് മൂന്നാമൻ. ഇന്ത്യ അധ്യക്ഷപദം സ്വീകരിച്ച G20 ഉച്ചകോടിയുടെ ആപ്തവാക്യമാണ് വസുധൈവ കുടുംബകം. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നുള്ളതാണ് ഇന്ത്യ അധ്യക്ഷപദം സ്വീകരിച്ച G20 ഉച്ചകോടിയുടെ ആപ്തവാക്യം, വസുധൈവ കുടുംബകം. 2022 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ഉദ്ഘാടനം ചെയ്ത ഖത്തറിലെ വേദി ഏതാണ്? അൽബൈത്ത് സ്റ്റേഡിയം. ഉദ്ഘാടനം നടന്നത് അൽബൈത്ത് സ്റ്റേഡിയം. ലഹരിക്കെതിരെ കേരളം ആരംഭിക്കുന്ന സേ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡർ സൗരവ് ഗാംഗുലിയാണ്. സംസ്ഥാനത്ത് ആരംഭിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് സേ നോ ടു ഡ്രഗ്സ്. കുടിയേറ്റ സ്മാരക മ്യൂസിയം സ്ഥാപിക്കുന്നത് ഇടുക്കിയിലാണ്. കുടിയേറ്റ സ്മാരക മ്യൂസിയം ഇടുക്കി. ബുദ്ധവനം എന്ന പേരിലുള്ള പൈതൃക തീം പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥാപിതമായത്? തെലങ്കാനയിലാണ് ബുദ്ധവനം എന്ന പേരിലുള്ള പൈതൃക തീം പാർക്ക് തെലങ്കാനയിലാണ് സ്ഥാപിതമായത്. 2022 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം സാക്ഷരതാ പഠന ഇടങ്ങളെ പരിവർത്തനം ചെയ്യുന്നു എന്നുള്ളതാണ്. സാക്ഷരതാ പഠന ഇടങ്ങളെ പരിവർത്തനം ചെയ്യുന്നു. ഊര് പദ്ധതിക്ക് കീഴിലുള്ള ആദ്യ ഗോത്ര പൈതൃക ഗ്രാമമാണ് പൂക്കോട്, വയനാട്ടിലുള്ള പൂക്കോട്. 2022 സമ്പൂർണ്ണ ഗ്രാമസ്വരാജ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട രാജ്യമാണ് തോന്നയ്ക്കൽ സായി ഗ്രാമം. 2022 സമ്പൂർണ്ണ ഗ്രാമസ്വരാജായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഗ്രാമം തോന്നയ്ക്കൽ സായി ഗ്രാമം. അടുത്തത്, രാജ്യസഭാ ഉപാധ്യക്ഷ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് PT ഉഷ. ഈ പദവിയിലെത്തുന്ന നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആദ്യ MP ആണ് PT ഉഷ എന്നുള്ളത് ഓർത്തിരിക്കുക. കേരളത്തിൽ 5G സേവനം നിലവിൽ വന്ന ആദ്യത്തെ നഗരം കൊച്ചിയാണ്. 5G സേവനം നിലവിൽ വന്ന ആദ്യ നഗരം കൊച്ചി. ഖത്തറിൽ നടന്ന ലോകകപ്പ് ഫുട്ബോൾ 2022 വിജയികൾ ആരാണ്? അർജന്റീനയാണ്. അർജന്റീനയുടെ 3ാം ലോകകപ്പ് കിരീടമാണിത്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അർജന്റീനയുടെ 3ാം ലോകകപ്പ് കിരീടമാണ്
ഖത്തറിൽ വെച്ച് നടന്നത് 2022 വിജയികൾ അർജന്റീന. ഓൺലൈൻ റെഫറൻസ് സൈറ്റായ Dictionary.comന്റെ 2022 വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് വുമൺ ആണ്. ഓൺലൈൻ റെഫറൻസ് സൈറ്റ് ആയിട്ടുള്ള Dictionary.comന്റെ 2022 വാക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വുമൺ. ലോക സിനിമയിൽ ആദ്യമായി ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം അഭിനയിച്ച ചിത്രം എന്ന പ്രത്യേകത നേടിയ ഇരുള ഭാഷയിലുള്ള സിനിമയാണ് ഖബാരി കുരുവി. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം അഭിനയിച്ച ചിത്രം എന്ന പ്രത്യേകത നേടിയ ഇരുള ഭാഷയിലുള്ള ചിത്രമാണ് ദബാരി കുരുവി. സംവിധാനം ആരാണ്? പ്രിയ നന്ദനൻ ആണ് കേട്ടോ. സംവിധാനം ആരാണ്? പ്രിയ നന്ദനൻ. സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഠന സമയം 8 മണി മുതൽ 1 മണി വരെ ആക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് എ ഖാദർ കമ്മിറ്റി. ദേശാടന കിളികളെ സംരക്ഷിക്കുവാൻ ഒരുങ്ങുന്ന ഒഡീഷയിലെ പക്ഷി ഗ്രാമമാണ് ഗോവിന്ദ്പുർ ഗ്രാമം. സമ്പൂർണ്ണ ഹിന്ദി സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രതിമയാണ് ഇന്ത്യ ഗേറ്റിന് സമീപം അനാച്ഛാദനം ചെയ്തത്? സുഭാഷ് ചന്ദ്രബോസ്. ലോകത്തിലെ ഏറ്റവും വലിയ ബാക്ടീരിയ ആണ് തിയോ മാർഗരിറ്റ മാഗ്നിഫിക്ക. ക്യൂൻ ഓഫ് ദി മൈൽസ് എന്ന ഹ്രസ്വ ചിത്രം കേരളത്തിലെ ഏതു വനിതാ അത്ലറ്റിന്റെ കായിക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്? PU ചിത്രയുടെ കായിക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ക്യൂൻ ഓഫ് ദി മൈൽസ് എന്ന് പറയുന്ന ഹ്രസ്വ ചിത്രം. ലോക ജനസംഖ്യ 800 കോടിയിലെത്തിച്ച വിനിസ് മബാൻസാഗ് എന്ന കുഞ്ഞു പിറന്ന രാജ്യം ഫിലിപ്പൈൻസ് ആണ്. മനിലയിൽ ആണ്. ഓക്കെ, ഫിലിപ്പൈൻസിലാണ് വിനിസ് മബാൻസാഗ് എന്ന് പറയുന്ന കുഞ്ഞ്. ലോക ജനസംഖ്യ 800 കോടിയിലെത്തിച്ചത് ആ ഒരു കുഞ്ഞാണ് വിനിസ് മബാൻസാഗ്. ഫിലിപ്പൈൻസ് ആണ്. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര ബോധവൽക്കരണ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ച ദിവസമാണ് നവംബർ 18. 2022 തപസ്യ കലാസാഹിത്യവേദിയുടെ അക്കിത്തം സ്മാരക പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. ഇമ്പോർട്ടൻ്റ് ആണ്. അക്കിത്തം സ്മാരക പുരസ്കാരം ശ്രീകുമാരൻ തമ്പി. ISROയുടെ ചൊവ്വാദൗത്യമായ മംഗൾയാനെ അടിസ്ഥാനമാക്കിയ സംസ്കൃത ഭാഷയിലുള്ള ഡോക്യുമെന്ററി ഫിലിമിന്റെ പേരാണ് യാനം. സംവിധായകൻ വിനോദ് മങ്കര. ഇന്ത്യയുടെ കോവിഡ് പോരാട്ടങ്ങളെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് ദ വാക്സിൻ വാർ. സംവിധായകൻ വിവേക് അഗ്നിഹോത്രിയാണ്. ആദിവാസി ഊരുകളിൽ അക്ഷരം പഠിപ്പിക്കുവാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജോറ് മലയാളം. ടൂറിസ്റ്റ് ബസ്സുകൾക്കും ആംബുലൻസുകൾക്കും ഏകീകൃത നിറം നിർബന്ധമാക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളം. യുനെസ്കോ പഠന നഗരമായി തിരഞ്ഞെടുത്ത കേരളത്തിലെ കോർപ്പറേഷനാണ് തൃശൂർ. 2022 100-ാം വാർഷികം ആഘോഷിക്കുന്ന കുമാരനാശാന്റെ കൃതികളാണ് ചണ്ടാല ഭിക്ഷുകിയും ദുരവസ്ഥയും. ലോകത്തെ ഏറ്റവും സുരക്ഷിതമല്ലാത്ത രാജ്യമായിട്ട് 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഏറ്റവും സുരക്ഷിതമായ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ സിംഗപ്പൂരാണ്. അടുത്തത്, കേന്ദ്ര സർക്കാർ ഭൗമസൂചിക പദവി നൽകിയ ബീഹാറിന്റെ ഉൽപ്പന്നമായ മിഥില മഖാന എന്താണ്? താമരവിത്താണ് മിഥില മഖാന. ശാസ്ത്ര ഗവേഷണ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് നൊബേലിന് സമ്മാനമായി കേന്ദ്ര സർക്കാർ നൽകുന്ന അവാർഡാണ് വിജ്ഞാൻ രത്ന. ലഹരി പദാർത്ഥങ്ങളുടെ വിതരണം, ഉപയോഗം, വ്യാപനം തടയാൻ കേരള പോലീസ് രൂപം നൽകിയ പദ്ധതിയാണ് യോദ്ധാവ്. 2022 നവംബറിൽ അന്തരിച്ച സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറാണ് ശ്യാം സരൺ നേഗി. ഏഷ്യയിലെ ആദ്യ പഠന നഗരിയായ യുനെസ്കോ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ നഗരമാണ് തൃശൂർ. പ്രഥമ കേരള പ്രഭാ പുരസ്കാരം, ഇത് നമ്മൾ കോഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. പ്രഥമ കേരള പ്രഭാ പുരസ്കാരത്തിന് അർഹനായ ആദിവാസി ക്ഷേമ പ്രവർത്തകനാണ് ടി മാധവ മേനോൻ. ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ പുറത്തിറക്കിയ ഒരു ആൽബമാണ് ഒരു മതം അത് ഫുട്ബോൾ. കേരള സർക്കാരിന്റെ പത്മ പുരസ്കാര മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളാണ് കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ. അതിൽ കേരള ജ്യോതി നമ്മൾ നേരത്തെ പറഞ്ഞു, MT വാസുദേവൻ നായർ. കേരള പ്രഭ ലഭിച്ചത് 3 പേർക്കാണ്. മമ്മൂട്ടിക്ക് ഓംചേരി എൻ പിള്ള, ടി മാധവ മേനോൻ. ഇത് കണക്ട് ചെയ്ത് എങ്ങനെയാണ്? മലയാളത്തിലെ ഏറ്റവും പ്രഭയുള്ള നടൻ മമ്മൂട്ടി ഓർക്കുക, മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഹിറ്റ്ലർ മാധവൻ ഓർക്കുക. അപ്പോൾ മാധവൻ മേനോൻ കിട്ടും. മാധവൻ കുട്ടിക്ക് കുറേ പിള്ളേരുണ്ട് അല്ലേ, അതായത് പെങ്ങന്മാരെ പിള്ളേര്, എൻ്റെ പിള്ളേര് എന്നാണ് പറയുക. അപ്പം പേര് ഓംചേരി NN പിള്ള നമുക്ക് ഓർക്കാൻ വേണ്ടി പറ്റും. 3 പേരാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? കാനായി കുഞ്ഞിരാമൻ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ഥാപക നേതാക്കളിൽ ഒരാളായ MP പരമേശ്വരൻ.
ഗോപിനാഥ് മുതുകാട്, വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തനവുമായിട്ടുള്ള കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി, ജീവശാസ്ത്ര ഗവേഷകൻ ഡോക്ടർ സത്യഭാമ ദാസ് ബൈജു, വൈക്കം വിജയലക്ഷ്മി ഇത്രയും പേർക്കാണ് ലഭിച്ചത്. കാനായി കുഞ്ഞിരാമൻ, MP പരമേശ്വരൻ, ഗോപിനാഥ് മുതുകാട്, കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി, ഡോക്ടർ സത്യഭാമ ദാസ് ബിജു, വൈക്കം വിജയലക്ഷ്മി ഇത്രയും പേർക്കാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്.